വന്ദേ ഗുരുപരമ്പരാം ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. ജയ ജയ ശങ്കർ ഹര ഹര ശങ്കർ, ജയ ജയ ശങ്കർ ഹര ഹര ശങ്കർ, ജയ ജയ ശങ്കർ ഹര ഹര ശങ്കർ. ഭഗവാൻ കൃഷ്ണൻ മയി സർവമിതം പ്രോതം സൂത്രേ മണിഗണ ഇവ എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്നിൽ സകല ജീവജാലങ്ങളും ഒരു ചരടിലെങ്ങനെയാണോ മുത്തുകൾ കോർക്കപ്പെട്ടിരിക്കുന്നത്, അതുപോലെ എന്നിൽ സകല ജീവരാശികളും കോർക്കപ്പെട്ടിരിക്കുന്നു. ഞാനാണ് സമസ്ത ജീവരാശികളിലൂടെയും കടന്നു പോകുന്ന ആത്മചൈതന്യം എന്ന് ഭഗവാൻ ശങ്കയ്ക്കിടയില്ലാത്തവണ്ണം പറഞ്ഞിരിക്കുകയാണ്. ഇതുപോലെ സമസ്ത ജീവരാശികളെയും ഒരുപോലെ കാണുന്ന ഒരു ഈശ്വരൻ സനാതനധർമ്മത്തിലല്ലാതെ മറ്റൊരു ധർമ്മത്തിലും ഒരു മതത്തിലും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി ഏറ്റവും ഉയർന്ന ഒരു തത്വത്തിൻ്റെ ജീവിതാവിഷ്കാരത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന ഒരു കൂട്ടം വ്രതനിഷ്ഠരായ ആളുകളാണ് അയ്യപ്പന്മാരെന്ന സാധാരണ പദത്തിൽ അറിയപ്പെടുന്ന തപസ്വികൾ. ഹിന്ദുക്കളുടെ പൊതുവെയുള്ള സ്വഭാവം എല്ലാവരും നാളെ കിഴക്കോട്ട് പോകണമെന്ന് പറഞ്ഞാൽ പടിഞ്ഞാട്ട് മാത്രമേ പോകൂ എന്നുള്ളതാണ്. ഇങ്ങോട്ട് വരൂ എന്ന് വിളിച്ചാൽ അങ്ങോട്ട് മാത്രമേ പോകൂ എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അങ്ങനെ മാത്രമേ ചെയ്യൂ എന്നുള്ള ആളുകളാണ്. ഒരു ഡോക്ടർ ഒരു മനോരോഗിയെ ചികിത്സിക്കുന്ന ഡോക്ടറാണ്. അപ്പോൾ മനോരോഗം എന്താണ്? ഇയാളുടെ വിചാരം അയാൾ എലിയാണെന്നാണ്. സ്വയം ഞാനൊരു എലിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇയാൾക്ക് പൂച്ച എന്ന് പറഞ്ഞാൽ പേടിയാണ്. ഇപ്പോൾ രാത്രി തട്ടിൻ്റെ പുറത്തൂടെ പൂച്ച ഓടുകയോ രാത്രിയോ പകലോ പൂച്ചയെ കാണുകയോ പൂച്ചയുടെ ശബ്ദം കേൾക്കുകയോ പൂച്ച ഓടുന്നത് കേട്ടോ അയാൾ പേടിച്ച് കട്ടിലെലി ഒളിക്കും. അപ്പോൾ ഭാര്യയ്ക്ക് ഇത് വലിയ തൊന്തരവായി. എങ്ങനെയെങ്കിലും ഇത് മാറ്റണമല്ലോ. പലതവണ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോയി ഡോക്ടർ പലതവണ കണ്ണാടി കാണിച്ചു കൊടുത്താൽ നമ്മൾ രണ്ടുപേരും മനുഷ്യരാണ്, നിങ്ങൾക്ക് എന്നെപ്പോലെ മീശയുണ്ട്, പിന്നെ എനിക്കും നിങ്ങളെപ്പോലെ മീശയുണ്ട്, നമ്മൾ മനുഷ്യരാണ്, നമ്മൾ ആണുങ്ങളാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ പലതരത്തിൽ പല വിധത്തിൽ പല ദിവസങ്ങളിൽ ഡോക്ടർ കൗൺസിലിംഗ് വെച്ച് പറഞ്ഞിട്ട് ഏകദേശമൊക്കെ മനസ്സിലായി ഇയാൾ എലിയല്ല മനുഷ്യനാണ് എന്ന് മനസ്സിലായി. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, ഇനി തെറ്റിദ്ധരിക്കരുത് കേട്ടോ, എത്രയൊക്കെ ഞാൻ പറഞ്ഞു തന്നു, 6-7 കൗൺസിലിംഗ് ആയി. ഇങ്ങനെ പേടിച്ചാൽ എന്താ ചെയ്യുക? പേടിക്കരുത്, നിങ്ങൾ എലിയല്ല മനുഷ്യനാണ്. ശരി, ആയിക്കോട്ടെ. അങ്ങനെ മനസ്സിലായി ഡോക്ടറെ എന്ന് പറഞ്ഞ് വീട്ടിൽ പോയി 2ാമത്തെ ദിവസം ഡോക്ടർക്കൊരു ഫോൺ രാത്രി, കാരണം തട്ടുംപുറത്തൂടെ എലി പോകുന്നു. അപ്പോൾ ഡോക്ടറെ വിളിച്ച് പറയാണ്, ഡോക്ടറെ ഞാനാണ് ഇന്നയാളാണ്. ആ മനസ്സിലായി, എന്താണ് ഈ രാത്രി വിളിച്ച്? സാറേ തട്ടുംപുറത്തൂടെ എലി പോകുന്നു, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, പേടിയാവുന്നു, ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് ആകെ വിറച്ചിട്ട് വയ്യ, ഞാൻ കട്ടിലിൻ്റെ അടിയിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങളോടല്ലേ ഞാൻ 2 ദിവസം മുമ്പ് പറഞ്ഞു തന്നെ, എത്ര കൗൺസിലിംഗ് ആയി, നിങ്ങൾ എലിയല്ല മനുഷ്യനാണ് എത്ര തവണ പറഞ്ഞു തന്നു. അപ്പോൾ ഇയാൾ പറയാണ്, ഡോക്ടറെ എനിക്ക് മനസ്സിലായി ഞാൻ എലിയല്ല മനുഷ്യനാണ്, പക്ഷെ പൂച്ചയ്ക്ക് കൂടി മനസ്സിലാവേണ്ടതെന്ന്. ഇങ്ങനെയാണ് അദ്വൈതം ഹിന്ദുക്കൾ പഠിക്കുന്നത്. നീ ആത്മാവാണ്, എല്ലാം ഒരാത്മാവാണ്. അയ്യപ്പൻ നിൻ്റെ അകത്ത് ഓംകാര സ്വരൂപനാണ്, എൻ്റെ അകത്ത് ഓംകാര സ്വരൂപമാണ്. അയ്യപ്പ തിന്തകത്വവും സ്വാമി തിന്തകത്വവും. അയ്യപ്പൻ നിൻ്റെ അകത്ത് ഓംകാരമാണ്, സ്വാമി നിൻ്റെ അകത്ത് ഓംകാരമാണ്, പ്രണവസ്വരൂപനാണെന്നൊക്കെ പറയും. എന്നാലും ഈ എല്ലാം ഒന്ന് എന്ന വാദം കൊണ്ട് നമ്മൾ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന വലിയൊരു അപകടം കൂടിയുണ്ട്. ഞാൻ കോഴിക്കോട് വേങ്ങേരി എന്ന സ്ഥലത്ത് ഒരു പ്രഭാഷണത്തിന് പോയി, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ. അപ്പോൾ അവിടെ പോയ സമയത്ത് ഒരു പയ്യൻ 16 വയസ്സ് +1 പഠിക്കുകയാണ്. അപ്പോൾ അന്നദാനം ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ ഈ കുട്ടി പ്ലേറ്റുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവൻ്റെ കഴുത്തിലൊരു കൊന്ത കണ്ടു. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, മോൻ്റെ പേരെന്താ? അഖിൽ എന്നാണ്. അഖിൽ. അപ്പോൾ അഖിൽ എന്നൊന്നും പറഞ്ഞപ്പോൾ മനസ്സിലാവില്ല. അഖിൽ, അർജുനൊക്കെ എന്തും ആവാം, ഇനി വിജയൻ വരെ എന്തൊക്കെയാണ്, പിന്നെയാണ് അഖിലും അർജുനും എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ മോൻ്റെ അച്ഛൻ്റെ പേരെന്താ? അച്ഛൻ്റെ പേര് നാരായണൻ. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. മോൻ പിന്നെന്താണ് ഇത് ഇട്ടിരിക്കുന്നത്? എല്ലാം ഒന്നല്ലേ?
എല്ലാം ഒന്നെന്ന് പറഞ്ഞാൽ ഒരു അപകടം കിടക്കുന്നത്, എല്ലാം ഒന്നെന്ന് പറയുന്നെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടും അത് വേണം, പൂച്ചയ്ക്ക് കൂടി മനസ്സിലാവണം. പിന്നെ എലിയല്ലെന്ന് അവനും മനസ്സിലാവണം. അയ്യപ്പൻ വന്ദിക്കപ്പെടേണ്ട മൂർത്തിയാണ്, ശ്രീകൃഷ്ണനെ നമ്മൾ വന്ദിക്കണമെന്ന് അവരും പറഞ്ഞാൽ അദ്വൈതം പറയാം. അവിടെ നിന്ന് ഇങ്ങോട്ടില്ലാത്ത സൗഹാർദ്ദം അങ്ങോട്ട് പോയി തലവെച്ച് കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചിന്തിക്കാൻ കൂടെ ഒരു അവസരമാണ് ഈ ശബരിമല തീർത്ഥാടനം. കാരണം 1950 അയ്യപ്പൻ്റെ മൂലമൂർത്തിയെ മഴുകൊണ്ട് 7 or 8 വെട്ടുവെട്ടി മുഖവും കയ്യും ഛേദിച്ച് കളഞ്ഞത് ഈ മതേതര കേരളത്തിലാണ്. ആ ശബരിമലയുടെ മൂലവിഗ്രഹം മഴുകൊണ്ട് വെട്ടിപ്പിളർക്കുകയും ശബരിമലയുടെ മൂലസ്ഥാനം, ആ ക്ഷേത്രം തീവെച്ച് നശിപ്പിക്കുകയും ചെയ്ത ശബരിമല ആശൻ കേസ് അന്നത്തെ DGP കൊടുത്ത റിപ്പോർട്ട് ഈ പ്രബുദ്ധ കേരളത്തിലെ മന്ത്രിമാരും MLA മാരും ഇന്നും നമ്മുടെ നിയമസഭയിൽ ചർച്ച ചെയ്തിട്ടില്ല. ഒരു പ്രതിയെ പോലും അറസ്റ്റ് ചെയ്തിട്ടുമില്ല. അതെന്തുകൊണ്ടാണ്? നമ്മളിപ്പോഴും നമ്മൾ എലിയാണെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അതാണ് പ്രശ്നം. നമ്മൾ ഹിന്ദുവാണ്. വിവേകാനന്ദനും ദയാനന്ദനും ശങ്കരാചാര്യർക്കും നാരായണ ഗുരുവിനും ചട്ടമ്പി സ്വാമിക്കൊക്കെ ജന്മം കൊടുത്ത സനാതന ധർമ്മത്തിൽപ്പെട്ട ആളുകളാണെന്ന ബോധ്യം നമുക്ക് വന്നിട്ടില്ല. എത്ര ആചാര്യന്മാർ എത്രത്തോളം നന്നായി പ്രഭാഷണം ചെയ്ത് നമ്മുടെ വീര്യം ഉണർത്തിയാലും മെല്ലെ ഒരു പള്ളിയിലച്ചനെ കാണുമ്പോൾ ഗുരുത്വാകർഷണ നിയമം ലംഘിക്കപ്പെടും. ഇരുന്ന സീറ്റിൽ നിന്ന് തന്നെ ബലൂൺ പോലെ ഇങ്ങനെ പൊന്തിപ്പോവും. സന്യാസിയെ കണ്ടാൽ പുച്ഛിക്കുകയും ചെയ്യും. അപ്പം നമ്മുടെ ചില മൂല്യബോധങ്ങളിൽ ചില തത്വവിചാരം കടന്നുകൂടിയിട്ട് എല്ലാം ഒന്ന്, ഇപ്പം ഞാൻ പറഞ്ഞു എല്ലാം ഒന്നെന്ന് പറയാം. നാരായണത്വ ഭ്രാന്തൻ്റെയും ശങ്കരാചാര്യൻ്റെയും പേരിൽ ഈ കഥ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഞാൻ പറയാൻ പോകുന്ന കഥ, നാരായണത്വ ഭ്രാന്തൻ്റെ കൂടെ 2 പേര് അങ്ങ് വലിയ ജ്ഞാനിയാണ്, ഞങ്ങളും കൂടെ കൂടട്ടെ എന്ന് കൂടി. അപ്പോൾ അയാളൊന്നും പറഞ്ഞില്ല, അവധൂതനാണല്ലോ. അപ്പോൾ അങ്ങ് ചെയ്യുന്ന പോലൊക്കെ ഞങ്ങളും ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ നാരായണത്വ ഭ്രാന്തൻ പറഞ്ഞു, എനിക്ക് വിരോധമൊന്നുമില്ല, ഞാൻ ചെയ്യുന്ന പോലൊക്കെ ചെയ്യണം, അല്ലെ കൂടെ നിൽക്കരുത് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. നാരായണ ഭ്രാന്തൻ എങ്ങനെ രാവിലെ നടക്കുകയാണ്, ദൂരം നടക്കുക, ഇവർ പിന്നാലെ നടക്കുകയാണ്. നല്ല ഉച്ചവെയിലാണ്. ഒരു വീട്ടിൽ കയറിയിട്ട് സംഭാരം ചോദിച്ചു. ഗുരു സംഭാരം കുടിച്ചു, ശിഷ്യന്മാരും സംഭാരം കുടിച്ചു. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ വീണ്ടും ക്ഷീണം വന്നു. കഞ്ഞിവെള്ളം ചോദിച്ചു കുടിച്ചു, ശിഷ്യന്മാരും കഞ്ഞിവെള്ളം കുടിച്ചു. 3-ാം തവണ ഗുരു പോയത് കൊല്ലൻ്റെ ആലയിലേക്കാണ്. വെന്തുരുകുന്ന ആ ചൂടുവെള്ളം എടുത്ത് കുടിച്ചു, ശിഷ്യന്മാരെ കാണാനില്ല. അപ്പം നമുക്ക് ചൂട് ഉരുകുന്ന തീ കുടിക്കാമെങ്കിൽ പാലും കുടിക്കാം. അത്തരത്തിലുള്ളവർക്ക് എല്ലാം ഒന്നെന്ന് പറയാം. അവധൂതന്മാർക്ക് അവർക്ക് പട്ടിക്കാട്ടവും സമലോഷ്ടാശ്മ കാഞ്ചന എന്ന് ഗീതയിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അവധൂതൻ്റെ നില എന്താണ്? സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണം എന്താണ്? അവന് കല്ലിൻ്റെ മൺകട്ടയും സ്വർണവും ഒരുപോലെയാണ്. ഈ അമ്മമാരാരെങ്കിലും ഞാൻ കല്ല് കെട്ടാന്നെങ്കിൽ മാല തരുമോ? ഞാനൊരു കല്ലിൻ്റെ കെട്ട തന്നാൽ നിങ്ങൾ അതിന് പകരമായിട്ട് മാല തരുമോ? അങ്ങനെയുള്ള അവസ്ഥയിൽ പറയാം അയ്യപ്പനും മറ്റൊരാളും ഒന്നെന്ന് പറയാം. ആ അവസ്ഥയിൽ എത്താത്തിടത്തോളം നമുക്ക് വ്യവഹാരത്തിൽ ചില നിയന്ത്രണങ്ങൾ, നിയമങ്ങളില്ലെങ്കിൽ ഈ മതേതരത്വമാകുന്ന പശു വന്നിട്ട് നമ്മുടെ പറമ്പിലെ വാഴയില കടിച്ച് വാഴ കടിച്ച് നശിപ്പിക്കും. നമുക്ക് പഴം തിന്നാൻ പറ്റാതാവും. മതേതരത്വം ഒരു പശുവാണ്, സർക്കാർ അഴിച്ചുവിട്ടിരിക്കുന്ന പശുവാണ്. അത് ഹിന്ദുക്കളുടെ പറമ്പിൽ മാത്രമേ മേയുകയുള്ളൂ. മറ്റു പറമ്പിലൊക്കെ എന്തുണ്ട്? വേലിയല്ല, 12 അടി മതിലാണുള്ളത്. മറ്റ് പറമ്പുകളിലെല്ലാം 12 അടി മതിലുണ്ട്. ഹിന്ദുക്കളുടെ പറമ്പിൽ വേലിയില്ല. പശു വന്നിട്ട് യഥേഷ്ടം എന്തൊക്കെയോ തിന്നുന്നു. അപ്പം അതുകൊണ്ട് വ്യവഹാരത്തിൽ നമ്മൾ കോടതിയുടെ ദൃഷ്ടിയിൽ, നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ, നമ്മുടെ ഭരണഘടനയുടെ ദൃഷ്ടിയിൽ ഹിന്ദു മതം എന്നൊന്നുണ്ട്. അല്ലെങ്കിൽ ഹിന്ദു റിലീജിയസ് ആക്ട് വരില്ലല്ലോ, റിലിജൻ ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ നമുക്ക് വ്യവഹാരത്തിന് വേണ്ടി ഒരു മതമുണ്ട്. ഇതിലെ പല ദർശനങ്ങളിൽ ഒരു ദർശനമാണ് അദ്വൈത വേദാന്തം. പല ദർശനങ്ങളിൽ ഒരു ദർശനമാണ്. ഒരു പക്ഷേ ഏറ്റവും ഉയർന്ന, മനുഷ്യന് ചിന്തിക്കാവുന്നതിൽ ഏറ്റവും ഉയർന്ന ദർശനമാണ് അദ്വൈത വേദാന്തം. പക്ഷേ ഇതിനെപ്പറ്റി ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്തവൻ പോലും പറയുന്നു കുരിശിട്ടാലെന്താ, കുമ്പിട്ട് നിസ്കരിച്ചാലെന്താ, അപ്പം പിന്നെ അയ്യപ്പന്മാർക്ക് ബീഫ് കൊടുത്താലെന്താ? സ്വാമിജി നേരത്തെ പറഞ്ഞല്ലോ, ഈ വ്രതനിഷ്ഠരായിട്ടുള്ള അയ്യപ്പന്മാർ കേരളത്തിലോട്ട് കടന്നു വരുമ്പോൾ ഇവിടുത്തെ മതേതരക്കാർ അവരുടെ വ്രതം മുടക്കാൻ വേണ്ടിയിട്ട് ഈ മാംസം വിളമ്പുകയാണ്. അവർ പറയും എല്ലാം ഒന്നല്ലേ, ഏകം സദ് വിപ്രാ ബഹുധാ വദന്തി, എല്ലാം ഒന്നാണ്. അറിവുള്ളവർ പലതായിട്ട് പറയുന്നു. ഇപ്പോൾ ഞങ്ങൾ മാംസം കഴിക്കും, നിങ്ങളും കഴിക്കാൻ കുഴപ്പമില്ലെന്ന് പറയാമല്ലോ. ഇപ്പോൾ എല്ലാറ്റിനെയും തെറ്റായി വ്യാഖ്യാനിച്ച് നമ്മുടെ ധർമ്മത്തെ തകർക്കാനുള്ള ഒരു മൂലബിന്ദുവായിട്ട്
ഈ അദ്വൈത വേദാന്തത്തെ ദുരുപയോഗം ചെയ്യുന്നു പലരും. അത് ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഈ വ്യത്യാസമുണ്ട്. നമ്മുടെ ക്ഷേത്രങ്ങൾ നശിപ്പിക്കുന്നവർ, നമ്മുടെ ശ്രദ്ധാമൂർത്തികളെ അപമാനിക്കുന്നവർ, അയ്യപ്പനെ അപമാനിക്കുന്നവർ നമുക്ക് നിവൃത്തിയില്ല പറയട്ടെ, ശത്രുക്കൾ തന്നെയാണ്. പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്ത് പീഡിപ്പിച്ച ദുര്യോധനാദികളെ എന്തുകൊണ്ട് പാണ്ഡവർ അപ്പോൾ തന്നെ കഥ കഴിച്ചില്ല? അപ്പോൾ തന്നെ തലയർത്തിരുന്നെങ്കിൽ അവിടെ മഹാഭാരത യുദ്ധം ഉണ്ടാവില്ലായിരുന്നു. ചിന്മയാനന്ദ സ്വാമികൾ രസകരമായിട്ട് ഗീതാ ക്ലാസ്സിനിടയ്ക്ക് പറയുമായിരുന്നു, ഈ അവതാരമൊന്നും വരാൻ കാത്തു നിൽക്കണ്ട, തൽക്കാലം ഞങ്ങൾ സന്യാസിവർ മതിയെന്ന്. പറഞ്ഞതിനർത്ഥം ഒരു അധർമ്മം നടക്കുമ്പോൾ ഇനി അടുത്ത അവതാരം വരട്ടെ എന്ന് കാത്തിരിക്കുകയാണ് ഹിന്ദുക്കൾ. ഒരു അധർമ്മം നടക്കുമ്പോൾ കൈകെട്ടി നിൽക്കുന്ന എല്ലാവരും ഭീഷ്മരെ പോലെ തന്നെ പാപം ചെയ്യുന്നുണ്ട്. ഞാൻ അത്ഭുതം തോന്നുകയാണ്. ലോകൈക വില്ലാളി വീരനാണ് ഭീഷ്മർ. ഭീഷ്മർ ഇന്ദ്രനെ പോലും വെല്ലുവിളിക്കാൻ ശക്തിയുള്ളവരാണ്. ദേവലോകത്ത് പോയി യുദ്ധം ചെയ്യാൻ കഴിവുള്ളവരാണ്. അസുരന്മാരോ ദേവന്മാരോ മാനവന്മാരോ ഭീഷ്മരെ സംബന്ധിച്ച് ഒരു ഇരയല്ല. ഭീഷ്മരുടെ മുമ്പിൽ യുദ്ധം ചെയ്യാൻ കഴിവുള്ള ഒറ്റ ഒരുത്തൻ ആ കാലത്ത് ഉണ്ടായിരുന്നില്ല. ആജന്മ ബ്രഹ്മചാരി, സകല ശാസ്ത്രപടു. ഇനി എന്താ വിശേഷണങ്ങൾക്ക് ഒരു കുറവുമില്ല. പക്ഷേ ദുര്യോധനൻ്റെ ചോറ് ആ കൊട്ടാരത്തിൽ കഴിഞ്ഞതുകൊണ്ട് രക്തത്തിൽ ധർമാധർമ്മ വിവേചന ബുദ്ധി കുറഞ്ഞുപോയി. അതാണ് ഓരോരുത്തർ സർക്കാരിൻ്റെ കിറ്റ് വാങ്ങിയുള്ള കുഴപ്പം. നിങ്ങൾ ആരിൽ നിന്ന് അരി വാങ്ങുന്നോ അവർ നിങ്ങളിൽ നിന്ന് ചില കൂറ് പ്രതീക്ഷിക്കുന്നുണ്ട്. ചോറിൻ്റെ കൂടെ കൂറ് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ കൂറ് കൊടുത്തതിൻ്റെ ആണല്ലോ നമ്മളിപ്പോൾ പല രൂപത്തിൽ അനുഭവിക്കുന്നത്. അപ്പോൾ ഒരു അധർമ്മം ചെയ്യുമ്പോൾ അവനെ ഒറ്റക്കെട്ടായി എതിർത്ത് നിൽക്കുമ്പോൾ ചിലരിതിൽ നിന്ന് കൊഴിഞ്ഞു ചാടിപ്പോവും. പണ്ടൊരു ചൊല്ലുണ്ട്, കേരളത്തിൽ നിന്ന് ഒരു രാജ്യത്തേക്ക് കുറേ തേളുകളെ കയറ്റി അയക്കണം വിദേശത്തേക്ക്. ഫ്ലൈറ്റിലാണ് കൊണ്ടുപോകണം, എയർ കാർഗോ. ഇപ്പം എല്ലാ നാട്ടിൽ നിന്നും തേളിനെ കയറ്റി അയക്കുമ്പോൾ കേരളത്തിൽ നിന്ന് തേളിനെ മാത്രം കെട്ടാതെ വെറുതെ ഒരു ചാക്കിലിട്ടിട്ടാണ് കൊടുത്തയച്ചത്. അപ്പോൾ എല്ലാവർക്കും അത്ഭുതം, ഇതെങ്ങനെ അവിടെ എത്തും? പറഞ്ഞു, ഒരു കുഴപ്പമില്ല, കേരളത്തിൽ ജനിച്ച് കേരളത്തിൻ്റെ മണ്ണിൽ വളർന്ന തേളുകളാണ്. ഏതെങ്കിലും ഒരു തേൾ ഇതിൽ നിന്ന് പുറത്ത് പോയി രക്ഷപ്പെടാൻ നോക്കിയാൽ ബാക്കി തേളുകൾ വലിച്ച് താഴ്ത്തിട്ടോളുന്നു. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അതായത് നമുക്ക് നല്ല രീതിയിൽ ഉയരുന്ന പ്രസ്ഥാനങ്ങളെയോ ധാർമ്മിക പ്രവർത്തനങ്ങളെയോ കണ്ടുകൂടാ. ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട്, മുഖ്യമന്ത്രി വരുന്ന ചടങ്ങിൻ്റെ അപ്പുറത്തൊരു ക്ഷേത്രത്തിൽ ഭാഗവത പാരായണം മറ്റും നടക്കുന്നു. മുഖ്യമന്ത്രിയുടെ ആളുകൾ പറഞ്ഞു മൈക്ക് ഓഫാക്കാൻ, അവിടെ പാടില്ല. കംസൻ പോലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ഒരു രീതി. അപ്പോൾ ഇങ്ങനെയൊക്കെ സഹിച്ചിട്ടും കുറച്ച് കടലപ്പരിപ്പും പഞ്ചസാരയും എണ്ണയും അരിയും കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരു ബോധവുമില്ലാതെ ഈ പാപങ്ങളെല്ലാം മറന്നിട്ട് അയ്യപ്പനെ പോലും മറന്നിട്ട് വീണ്ടും 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 തിരഞ്ഞെടുക്കുന്നത് ഭീഷ്മരുടെ ബുദ്ധിയാണ്. എത്ര ഗുണമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ധർമ്മം അധർമ്മം തിരിച്ചറിയാനുള്ള കഴിവില്ലെങ്കിൽ ഹിന്ദുവായി ജീവിച്ചിട്ട് ഒരു ഫലവുമില്ല എന്ന് തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഒരുപാട് സ്വാമിജിയെപ്പോലെ മഹാപണ്ഡിതന്മാരായിട്ടുള്ള ഒരുപാട് സന്യാസി ശ്രേഷ്ഠന്മാരുണ്ട്, ആചാര്യന്മാരുണ്ട്. എത്ര പ്രഭാഷണം കേട്ടിട്ട് എലി ഇപ്പോഴും എലി തന്നെയാണ്. ആ ഒരു പ്രശ്നം മാറ്റിയെടുക്കണം എന്ന് ആദ്യമേ തന്നെ പറഞ്ഞുകൊള്ളട്ടെ. അപ്പം ഇതിൽ പറഞ്ഞു വന്നത്, ഭീഷ്മാചാര്യരോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾക്ക് ധർമ്മമെല്ലാം അറിയാം, എന്തുകൊണ്ട് നിങ്ങൾ എന്നിട്ടും അധർമ്മപക്ഷത്ത് നിൽക്കുന്നു? ഭീഷ്മൻ ഒറ്റ മറുപടിയുള്ളൂ, ഞാൻ ദുര്യോധനനോട് കടപ്പെട്ടു പോയി. സോ നമ്മൾ ആദ്യം ഒരു സന്യാസനിഷ്ഠയാണെങ്കിലും വ്രതനിഷ്ഠയാണെങ്കിലും ആദ്യം ചെയ്യേണ്ടത് അധർമ്മികളുമായി ഒരു തരത്തിലും ഒരു കടപ്പാടുണ്ടാക്കി വെക്കരുത്. ഒരു ചോറ് പോലും പങ്കിട്ട് കഴിച്ചാൽ വ്രതം മുടങ്ങി. ഒരു പാത്രത്തിൽ ചോറ് പങ്കിട്ട് കഴിച്ചാൽ അതോടുകൂടി ധർമ്മം. പിന്നെ നമ്മൾ ചിന്തിക്കുക, എന്നോടൊപ്പം എൻ്റെ പാത്രത്തിൽ കഴിച്ചവനല്ലേ, അവൻ ഈ ചെയ്തതിനെ ഞാൻ എങ്ങനെ എതിർക്കും? ഒരു പെണ്ണിനെ, എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു വലിയ മഹാക്ഷേത്രത്തിലുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം നിങ്ങളോട്. എൻ്റെ നേരിട്ടൊരു അനുഭവം. മോസ്റ്റ്ലി എപ്പോഴും പ്രഭാഷണത്തിൽ പോകുമ്പോൾ അമ്മ എന്നോട് പറയാറുണ്ട്, നീ കണ്ട പുസ്തകത്തിൽ പഠിച്ചത് മുഴുവൻ അല്ല പറയേണ്ടത്, നിൻ്റെ അനുഭവം കൂടി പറയണം, അപ്പോളേ അതിന് വിലയുള്ളൂ. നമുക്ക് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ. ഇംഗ്ലണ്ടിൽ ഒരു വലിയ ഫിലോസഫർ, അയാൾ ഇതുപോലെ പ്രഭാഷണം നടത്തി വളരെ പ്രശസ്തനാണ്. ഒരു ദിവസം പ്രഭാഷണത്തിന് പോകാൻ നേരത്തെ അയാൾ ഷൂസ് കീറിയിരിക്കുന്നു. അപ്പോൾ അയാൾക്ക് പ്രഭാഷണത്തിന് പിറ്റേന്ന് പോകേണ്ടതാണ്. അവിടെ ചെരുപ്പൂത്തിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നാളെ ഉച്ച നേരത്തേക്ക് ഇത് ശരിയാക്കി വെക്കണം, ഉച്ചയ്ക്ക് ഞാൻ വന്നിട്ട് ഈ ഷൂസ് പോളിഷ് ചെയ്ത് മിനുക്കിയിരിക്കണം, എനിക്ക് ഇന്ന സ്ഥലത്ത് വലിയ പ്രഭാഷണമുണ്ട് എന്ന് പറഞ്ഞു. ശരി സാറേ എന്ന് പറഞ്ഞു.
പിറ്റേന്ന് ഉച്ചയ്ക്ക് എത്തിയപ്പോൾ ഷൂസ് റെഡി ആയിട്ടില്ല. ഫിലോസഫർക്ക് ദേഷ്യം വന്നു. നിങ്ങളുള്ള എന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് വൈകുന്നേരം പരിപാടിയുണ്ട്, സാറിൻ്റെ അതേ സൈസിലുള്ള മറ്റൊരാളുടെ ഷൂസ് ഉണ്ട്, അത് തരട്ടെ എന്ന്. ആര്? ചെരുപ്പൂത്തി. സാറിൻ്റെ അതേ സൈസുള്ള മറ്റൊരാളുടെ ഷൂസ് തൽക്കാലം ഒരു പരിപാടിക്കല്ലേ, നല്ല ഷൈനിങ് ഷൂസാണ് സാർ ഇട്ടോളെന്ന് പറഞ്ഞു. ഈ ഫിലോസഫർ ദേഷ്യം വന്നു. ഡേയ്, മറ്റുള്ളവർ ചവിട്ടി നടന്ന് അശുദ്ധമാക്കിയതൊക്കെ എടുത്ത് കിട്ടു നടക്കാൻ ഞാൻ അത്ര മോശപ്പെട്ടവനാണോടാ എന്ന് ചോദിക്കുകയാണ്. ഉടനെ ചെരുപ്പൂത്തി പറയുകയാണ്, സാറേ ആരൊക്കെയോ എഴുതി വെച്ച പുസ്തകത്തിലെ പഠിച്ച് അങ്ങ് പറയുന്നില്ലേ, അതുപോലെ തന്നെയല്ലേ ഉള്ളൂ ഇത്. ആരൊക്കെയോ അവരുടെ അനുഭവം എഴുതി വെച്ചു, നമുക്ക് അനുഭവമൊന്നുമില്ല, പക്ഷെ നമ്മളിത് വായിക്കുകയാണ്. അമ്മ എപ്പോഴും പറയും, വീടിൻ്റെ പ്ലാൻ വരച്ചിട്ട് അതിനകത്ത് ജീവിക്കാൻ നോക്കുകയാണെന്ന്. വീടിൻ്റെ ബ്ലൂ പ്രിൻ്റ് ഉണ്ട്, പ്ലാനുണ്ട്, അദ്വൈത വേദാന്തത്തിൻ്റെ പുസ്തകമുണ്ട്, അതിനുള്ളിൽ ജീവിക്കാൻ പറ്റില്ല. ജീവിതമാവാതെ ഒരു നിഷ്ഠ, ഒരു അറിവ് ജീവിതമായില്ലെങ്കിൽ ആ അറിവ് ദഹിക്കാത്ത ആഹാരം പോലെ നമ്മളെയും മറ്റുള്ളവരെയും ശല്യപ്പെടുത്തും. പറഞ്ഞു മനസ്സിലായോ? ഒരറിവ് അനുഭവമായില്ലെങ്കിൽ ആ അറിവ് നമ്മളെയും മറ്റുള്ളവരെയും ദുഷിപ്പിക്കും. അതുകൊണ്ട് 18 തവണ ശബരിമലയിൽ പോയി സ്വാമി ദർശനം നടത്തി വന്നിട്ടുള്ള ഒരു അയ്യപ്പ ഭക്തൻ, സാധാരണ അയ്യപ്പ ഭക്തൻ, വലിയ വേദാന്ത പണ്ഡിതനേക്കാൾ വേദാന്തം നടന്നും ഇരുന്നും കിടന്നും ഗ്രഹിച്ചവനാണ്. നിങ്ങൾ എന്നോട് യോജിക്കുന്നുണ്ടോ? പഴയ കാലത്ത് ഇതുപോലെ വാഹന സൗകര്യമോ വഴിയോ ഇതിലെ തന്നെ ആയിരിക്കുമല്ലോ പണ്ടും പോയിരിക്കുക. ഇതുപോലെ റോഡോ ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ അന്നും ശബരിമലയിലേക്ക് ഇതേ തീവ്രതയോടെ, ഒരു പക്ഷേ ഇതിലധികം തീവ്രതയോടെ, ഹോട്ടലുകൾ ഇല്ലാത്ത കാലത്ത്, വഴിയിൽ വിരിവിച്ച് കിടക്കാൻ സ്ഥലമില്ലാത്ത കാലത്ത്, ഈ കഷ്ടമെല്ലാം സഹിച്ച് ഈ കാനനപാതയിലൂടെ പോയി സ്വാമിയെ കണ്ട് ദർശനം നടത്തി വന്നിരുന്ന ഒരു അയ്യപ്പ ഭക്തൻ ജീവിതത്തിൽ പഠിക്കേണ്ട കാര്യങ്ങൾ, ക്ഷമ, എല്ലാം പഠിച്ചു കഴിഞ്ഞു. അതേ സമയത്ത് AC റൂമിലിരിക്കുന്നൊരു സന്യാസി ഈ പുസ്തകം വായിച്ച് പ്രഭാഷണം നടത്തുമ്പോൾ ഒരു പക്ഷേ അത് ദഹിക്കാത്ത അറിവായിരിക്കാം, പറയാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞത്, അയ്യപ്പ ഭക്തർ എല്ലാവരെയും എടുത്താൽ അതിൽ ഒന്നാം സ്ഥാനം അർഹിക്കുന്നവരാണ്. കാരണം ത്യാഗമാണ് ശബരിമലയുടെ, അല്ലെങ്കിൽ ശബരിമല വ്രതത്തിൻ്റെ അടിസ്ഥാന ദർശനം. ഹെലികോപ്റ്ററിൽ പോയി അവിടെ ഇറങ്ങിയിട്ട് ഈ ഡോളി ഉണ്ടല്ലോ, മറ്റേ ചുമന്നുകൊണ്ട് പോകുന്നേ, അതിൽ കയറിപ്പോയി ദർശനം നടത്തി വരുന്നവരും ഉണ്ട്. ചില ആൾക്കാർ ലൈറ്റുള്ള ഷൂസൊക്കെ ഇട്ട് കയറിയിട്ടുമുണ്ട് മുകളിലോട്ട്. കൊച്ചുകുട്ടിലിരുന്ന പി എന്നുള്ള അതുപോലെ ഷൂസൊക്കെ ഇട്ട് മന്ത്രിമാർ കയറാറുണ്ട്. അങ്ങനെ ഷൂസും ചെരുപ്പും ഇട്ടിട്ടും ഡോളിയിൽ കയറിയിട്ടും പോയിട്ടൊന്നും അയ്യപ്പൻ കണ്ണു തുറക്കില്ല. നമ്മൾ പലപ്പോഴും ക്ഷേത്രത്തിൽ പോയി വരുന്ന ആൾക്കാരോട് ചോദിക്കും, നല്ല ദർശനമായിരുന്നോ എന്ന്. നമ്മൾ പറയുമോ, ഗംഭീര ദർശനം, ഞാൻ ഒരുപാട് നേരം കണ്ടു. പക്ഷേ ഭഗവാന്റെ കണക്കിൽ ചില വന്ന, ഭഗവാൻ നമ്മളെ കാണുന്നതിനെയാണ് നല്ല ദർശനം, നമ്മൾ അങ്ങോട്ട് കാണുന്നതിനെ അല്ല. നമ്മൾ ഭഗവാനെ അങ്ങോട്ട് കാണുന്നതിനെ അല്ല ദർശനം എന്ന് പറയുന്നത്. നമ്മൾ ത്യാഗത്തോടെ, നിഷ്ഠയോടെ, ക്ഷമയോടെ, പ്രേമത്തോടെ ഭഗവാനെ കാണാൻ പോകുമ്പോൾ ഭഗവാൻ നമ്മളെ നോക്കി ഒന്ന് കണ്ണു തുറന്ന് പുഞ്ചിരിച്ചാൽ അതാണ് നല്ല ദർശനം. എൻ്റെ ഒരു ജനം TV-യിൽ നടന്നൊരു ചർച്ചയ്ക്കിടയിൽ ഞാൻ പറഞ്ഞ ഒരു 7 മിനിറ്റ് ഭാഗത്ത് ഒരു ഓഡിയോ ഇത് പ്രചരിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ശബരിമലയിലെ ദേവസ്വം യൂണിയൻ്റെ ഒരു ഉയർന്ന യൂണിയൻ്റെ ആൾക്കാരെ അറിയാമല്ലോ, ഈ കഴിഞ്ഞ സമയത്തെ ദർശന സമയത്ത് ഭക്തന്മാരെ പിടിച്ച് കഴുത്തിന് പിടിച്ച് തള്ളുകയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ വീഡിയോ. ആ അധമനൊക്കെ ഇപ്പോഴും അവിടെ ജോലി ചെയ്യുന്നുണ്ടാവും. അതെന്തുകൊണ്ടാണ്? നമ്മളിപ്പോഴും സ്വയം എലികളാണെന്ന് വിചാരിക്കുന്നുണ്ടല്ലേ. മറ്റൊരു സമുദായത്തിൻ്റെ പള്ളിയിലാണ് നടന്നിരുന്നെങ്കിൽ ഇന്നവൻ എന്തായെന്ന് ഞാൻ പറയണ്ടല്ലോ. നമുക്കിങ്ങനൊരു പ്രശ്നമുണ്ട്, നമ്മൾ വളരെ സാത്വികരാണ്. വിവേകാനന്ദ സ്വാമി പറയും, ഹിന്ദുക്കളുടെ സാത്വികത നോക്കൂ, അവർ രാധാകൃഷ്ണ പാട്ടുപാടി 24 മണിക്കൂറും ചെലവഴിക്കുന്നു. നിങ്ങൾ കരുതുന്നുണ്ടോ അവർ സാത്വികരാണെന്ന്? സാത്വികരല്ല, തമസിൻ്റെ കുഴിയിൽ കിടക്കുന്നവരാണ്, ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവരാണ്, പേടിയാണ്, ഭീരുക്കളാണ് എന്ന് വിവേകാനന്ദ സ്വാമികൾ നമ്മെ നോക്കി പറഞ്ഞു. എന്താ കാര്യം? ബ്രിട്ടീഷുകാരോ ആര് വേണമെങ്കിലും ഭരിച്ചോട്ടെ, എത്ര ക്ഷേത്രം വേണമെങ്കിലും താർന്നോട്ടെ, രാധാകൃഷ്ണ രാധാകൃഷ്ണ ബോലോ. അതുകൊണ്ട് ഞാൻ കാര്യമായ ചില വിയോജിപ്പുകൾ ഇങ്ങനെ തുറന്നു പറയുന്ന ആളാണ്. നാമജപം എന്നത് ഒരു വളരെ നല്ല പ്രാർത്ഥനയാണ്, ആത്മസംശോധനത്തിനും ആത്മശുദ്ധീകരണത്തിനുമുള്ള മുറയാണ്. പക്ഷേ അതൊരു സമരമുറയല്ല. എന്തുകൊണ്ടാണ് സർക്കാർ ഇടയ്ക്കിടയ്ക്ക് ഹിന്ദുക്കളുടെ ക്ഷേത്രത്തിൽ ഇങ്ങനെ തോണ്ടുന്നത് പോലെ ഒരു മുസ്ലിം പള്ളിയിലോ ഒരു ക്രിസ്ത്യൻ പള്ളിയിലോ തോണ്ടാത്തത്? തോണ്ടിയാൽ അവൻ വിവരമറിയും, സംശയമില്ല. അപ്പോൾ അവൻ ബൈബിളിൽ പഠിച്ച നല്ല ശമരിയക്കാരനൊക്കെ അത് മടക്കി വെക്കും, പുസ്തകം മടക്കി വെക്കും. നമ്മളൊരു പ്രശ്നമുണ്ടാവുള്ള പുസ്തകം തുറക്കുന്നത് നോക്കണം. പ്രശ്നം
നമ്മളൊരു പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മുടെ ഒരു ക്ഷേത്രം ഏറ്റെടുക്കാൻ വേണ്ടി ഓഫീസർമാർ ഷൂസ് ഇട്ടുകൊണ്ട് ക്ഷേത്രത്തിനകത്ത് കിടക്കുമ്പോഴാണ് നമ്മൾ ഗീതയിലെ സഹനം, അല്ലെങ്കിൽ ഗീതയിലെ എന്താ പറയുക, മൈത്ര കരുണയേവച്ച അല്ലേ, എല്ലാ ജീവികളെ ഒന്നായിട്ട് കാണണം. ഈ ഷൂസ് ഇട്ട് വന്ന ഓഫീസറും കൃഷ്ണനാണ്, അമ്പലത്തിൻ്റെ താക്കോല് കൂട്ടിക്കൊണ്ടുവന്ന ഓഫീസറും കൃഷ്ണനാണ്, പക്ഷെ ഞാൻ മാത്രം കൃഷ്ണനല്ല. ഇങ്ങനെ മൂഢബുദ്ധികളായിട്ടുള്ള ഒരു വിഭാഗം ജനങ്ങളെ ഭൂമിയിൽ വേറെ കാണാൻ കിട്ടില്ല. നമ്മുടെ ധർമ്മസ്ഥലികളെ, നമ്മുടെ ആചാര്യന്മാരെ, നമ്മുടെ ബാണബിന്ദുക്കളെ അവഹേളിക്കുന്ന ഏതൊരു ശക്തിക്കെതിരെയും ദ്വൈതബുദ്ധിയ വൈരബുദ്ധിയ പോരാടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നാളെ ആ സ്ഥലികൾ ഇല്ലാതാവും. ഇപ്പോൾ നോക്കൂ, ഒരേ സമയത്ത് എല്ലാ പഞ്ചായത്തിലും വേദി കെട്ടിയിട്ട് ഈ നേതാക്കന്മാർ എന്താണ് പ്രസംഗിക്കുന്നത്? ശബരിമല ഹിന്ദുക്കളുടെ ക്ഷേത്രമായിരുന്നില്ല, അതൊരു ബൗദ്ധ കേന്ദ്രമാണ് എന്ന് പ്രസംഗിക്കുന്നു. കാരണം അവിടെ ശരണം വിളിയുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, നമ്മൾ പൊല്ലാപ്പായി പോവും. എത്രയോ കാലങ്ങൾ പഴക്കമുള്ള ദേവീ മാഹാത്മ്യത്തിൽ ശരണാഗത ദീനാർത്ഥ പരിത്രാണ പരായണ എന്ന് പറഞ്ഞിരിക്കുന്നു. അത് ശരണാഗതി, അതും ബൗദ്ധമാണോ? നമ്മുടെ ഭദ്രകാളിയും ബുദ്ധമതക്കാരിയാണോ? നമ്മുടെ ചാമുണ്ടിയും ചണ്ഡികയും ബുദ്ധമതക്കാരിയാണോ? ഇനി പോട്ടെ, ഗീതയിൽ 5000 ആണ്ട് മുമ്പുള്ള ഗീതയിൽ മാമേകം ശരണം പ്രജ, എന്നെ മാത്രം ശരണം പ്രാപിക്കുന്നു, ശരണം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം കൃഷ്ണൻ ബുദ്ധനാണോ? ഇങ്ങനെ ഒരുപാട് പണ്ഡിതന്മാരെന്ന് വിശേഷിക്കപ്പെടുന്ന ഇടതുപക്ഷത്തിൻ്റെ കുബുദ്ധികൾ പഞ്ചായത്ത് തോറും പറയുന്നു ശബരിമല ബൗദ്ധക്ഷേത്രമാണ്, ഹിന്ദുക്കളുടെ ക്ഷേത്രമല്ല. പള്ളിക്കെട്ട് ശബരിമലയ്ക്ക്, ഈ പള്ളി എന്ന ശബ്ദം ബൗദ്ധരുടേതാണ്. മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും പള്ളി എന്ന് പറയാം, ഹിന്ദുക്കൾ പറഞ്ഞാൽ അത് ബൗദ്ധവും. മനസ്സിലാവുണ്ടോ? ഇങ്ങനെ അവിടെ എവിടെ നിന്നിട്ട് പറയുന്ന ഈ ദുഷ്ടന്മാരെ വാക്കുകൊണ്ട് പോലും എതിർക്കാൻ കഴിവില്ലാത്ത ആളുകളായിട്ട് നമ്മൾ മാറി. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെ സമരം ചെയ്യും. ഗാന്ധിജിയുടെ സമരം നോക്കൂ. ബ്രിട്ടീഷുകാരൻ ബയണറ്റ് കൊണ്ട്, വിവേകാനന്ദ സ്വാമി, ഐ തിങ്ക് വിവേകാനന്ദ വാസ് ദി ഓൺലി പേഴ്സൺ ഹു കുഡ് സ്പീക്ക് ദാറ്റ്. ആ കാലത്ത് സ്വാമിജി ഇംഗ്ലണ്ടിൽ പോയിട്ട് പ്രസംഗിച്ചു. ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലത്ത് സ്വാമിജി പറഞ്ഞു, ദ ബ്രിട്ടീഷ് ആർ റൂളിംഗ് ഇന്ത്യ വിത്ത് 3 Bs. 3 B വെച്ചിട്ടാണ് ഇന്ത്യ ഭരിക്കുന്നത്. ദ ബൈബിൾ, മതം, അവൻ്റെ മതം. ദ ബയണറ്റ്, അവൻ്റെ അധികാരത്തിന് തോക്കിന് മൂലം ബയണറ്റ്. ആൻഡ് ബ്രാൻഡിയും. കുടിച്ച് മതോന്മത്തരായി ഭാരതീയ സ്ത്രീകളെ അപമാനിച്ചും ഇവിടുത്തെ സൗകര്യങ്ങൾ ചൂഷണം ചെയ്തും കൊള്ളയടിച്ചും ഇവിടുത്തെ ജനങ്ങളെ ബയണറ്റ് കൊണ്ട് കുത്തി അടിമപ്പെടുത്തിയും അവൻ്റെ മതം ചെലുത്തിയുമാണ് ഭരിക്കുന്നതെന്ന് പറഞ്ഞ ഒരേ ഒരു വ്യക്തി വിവേകാനന്ദ സ്വാമികൾ. അതിൻ്റെ കൈപ്പേറിയ ഫലം സ്വാമിക്ക് തന്നെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവാം എന്ന് ഞാൻ കരുതുന്നു. പറഞ്ഞതിനർത്ഥം, ഒരു പ്രശ്നം വരുമ്പോൾ അർജുനനോട് കൃഷ്ണൻ പറഞ്ഞതാണ് നമുക്ക് മാർഗം. അർജുനനോട് കൃഷ്ണൻ പലതും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, ക്ലൈബ്യം മാസ്മഗമപാർത്ഥ. എവിടുന്നാണ് അർജുന നിനക്ക് ക്ലീബത വന്നത്? ക്ലീബത എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതായത് ഒരമ്മ മകനോട് പറയാണ്, തൊട്ടടുത്ത ദേശക്ഷേത്രം സർക്കാർ ഏറ്റെടുക്കുന്നു. ഇപ്പോൾ വീട്ടിൽ 18 വയസ്സുള്ള ചെറുപ്പക്കാരൻ നല്ല ചോര തിളപ്പ്, അവൻ പറയണം, അമ്മേ ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, ചോദ്യം ചെയ്യണം. അപ്പോൾ പറയാം, നീ മിണ്ടാതിരിക്കി, കഞ്ഞി കുടിക്കി. കഥ അടച്ചിടുന്നു അമ്മ. ഈ അമ്മയാണ് ഭീഷ്മാചാര്യരുടെ സ്വഭാവം പേർന്ന അമ്മ. അതേ സമയത്ത് അവിടെ ചോദ്യം ചെയ്യാൻ പോയിട്ട് തല്ലുകൊള്ളുന്ന കുറച്ച് ചെറുപ്പക്കാരുണ്ട്. മിക്കവാറും ആ പ്രദേശത്ത് RSകാരായിരിക്കും തല്ലുകൊള്ളാൻ പോകുന്നു. അപ്പോൾ ഇവരെന്ത് പറയും? ഓരോ കൂടെയൊന്നും പോകണ്ട കേട്ടോ, വെറുതെ കേസും ഇതാ നമുക്ക് വേണ്ട, നമ്മളെ സുഖം. ഹിന്ദുക്കളിൽ വലിയൊരു ശതമാനവും ഇങ്ങനെ സ്വന്തം ധർമ്മത്തിന് എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ അറിഞ്ഞില്ല രാമനാരായണ എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണ്. ഭീഷ്മാചാര്യരുടെ ധർമ്മബോധമാണ് നമ്മളിലുള്ളത്. കാരണം അധികം പേരും കിറ്റ് വാങ്ങുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കിറ്റോ അല്ലെങ്കിൽ ക്ഷേമ പെൻഷനോ നമുക്കൊരു സാധനം തരുന്നത് ഔദാര്യമല്ല, നമ്മുടെ അവകാശമാണ്. ജനാധിപത്യത്തിൽ അവകാശമാണ്. എന്തിനാണ് ഈ സൗജന്യ TV, കളർ TV, ഫാനൊക്കെ ചില നാട്ടിൽ, തമിഴ്നാട്ടൊക്കെ ചില സ്ഥലത്ത് കൊടുക്കും. ഇലക്ഷൻ വരുമ്പോൾ കളർ TV അല്ലെങ്കിൽ സൗജന്യ വിദ്യാഭ്യാസം. ഇതിനെ സൗജന്യം കൊടുക്കുന്നത് ഇവന് വീണ്ടും ഭരണത്തിൽ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവൻ നമ്മുടെ അടിമയാണ്. അത് മനസ്സിലാക്കിയിട്ട് ധർമ്മബുദ്ധിയോടുകൂടി വോട്ടിംഗ് സമ്പ്രദായത്തിൽ വിനിയോഗിച്ചില്ലെങ്കിൽ ജനാധിപത്യത്തെക്കാൾ വലിയൊരു പാര ഇല്ല. രാജാധിപത്യത്തെക്കാൾ ദുഷിക്കുന്ന ഒന്നാണ് ജനാധിപത്യം. എപ്പോൾ? ധർമാധർമ്മ വിവേചന ശക്തിയില്ലാത്തൊരു ജനതയെ ഓഫറുകൾ കൊടുത്ത് വശത്താക്കുമ്പോൾ. അതുകൊണ്ട് ഇത്രയും എന്തിനാണ് വിശദമായിട്ട് പറയുന്നത് വെച്ചാൽ, നമ്മെ ഒന്നിപ്പിക്കുന്ന ഗുരു ആരാണ്? ശബരിമലയിൽ പോകുമ്പോൾ നമ്മൾ ശരണം വിളിക്കും, ഹരിയേ ഗുരുവേ ശരണം പൊന്നയ്യപ്പ. അയ്യപ്പൻ ഗുരുവും കൂടിയാണ്. എനിക്ക് തോന്നുന്നു, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, തെക്കോട്ട് നടക്കൂ എന്ന് പറഞ്ഞാൽ വടക്കോട്ട് മാത്രം നടക്കുന്ന ഹിന്ദു സമൂഹത്തെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്
ഒരു നിഷ്ഠ കൊടുത്ത് ഒരേ വസ്ത്രമുടുപ്പിച്ച് ഒരേ ശരണം വിളിപ്പിച്ച് ത്യാഗത്തോടെ നിഷ്ഠയോടെ നടത്തിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഗുരു ഭാരതത്തിൽ അയ്യപ്പൻ മാത്രമാണ്. ശ്രീകൃഷ്ണൻ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യമാണ്. ശ്രീകൃഷ്ണൻ പോയിട്ട് ദുര്യോധനാദികളോടും ശാന്തിദൂത് പറഞ്ഞിട്ടുണ്ട്. അവർ കളിയാക്കി വിടുകയാണ് ചെയ്തത്. അവർ കേട്ടില്ല. നീ മായാവിയാണെന്ന് പറഞ്ഞ് വിടുക ചെയ്തത്. പക്ഷേ അയ്യപ്പൻ പറഞ്ഞപ്പോൾ അതും മലയാളികൾ അനുസരിച്ചു എന്ന് ഇതിലും വലിയ അത്ഭുതമുണ്ട്. ലോകാത്ഭുതങ്ങൾ ആദ്യം എഴുതി ചേർക്കേണ്ടത് മലയാളികളെന്ന തീരെ പറഞ്ഞാൽ കേൾക്കാത്ത സമൂഹത്തെ ഒരു നിഷ്ഠ കൊടുത്ത് ഇത്ര സമയത്ത് എഴുന്നേറ്റ് പ്രാതക്കാലത്ത് എഴുന്നേറ്റ് മുങ്ങിക്കുളിച്ച് ഭസ്മം ധരിച്ച് മുദ്ര ധരിച്ച് ശരണം വിളിപ്പിച്ച് നിഷ്ഠയോടെ ജീവിക്കാൻ 41 ദിവസമെങ്കിലും ഒരു വർഷത്തിൽ നാട്ടിലെ പാമ്പുകളൊക്കെ നേരെ നടക്കുന്ന കാലഘട്ടമാണിത്. ഇപ്പോഴും ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഒരാളുണ്ടായിരുന്നു. അവിടെ റോഡിന് വീതി കൂട്ടുന്നു. അവനെ അങ്ങോട്ട് നീക്കണു ഇങ്ങോട്ട് നീക്കണു. റോഡിന് വീതി കൂട്ടിക്കൊണ്ട് ഒരാളാണ് നിൽക്കണ്ടായിരുന്നു. ഞങ്ങൾ വണ്ടി ഇങ്ങനെ പോകും. അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ ഒരു 41 ദിവസം ഒരു അല്പമെങ്കിലും വെളിച്ചമുള്ളവൻ അത് നിർത്തിയിട്ട് ശബരിമലയിൽ പോവാം. അപ്പോൾ ശബരിമല ഇല്ലായിരുന്നെങ്കിലോ ശബരിമല അടക്കം ഉള്ള സ്ഥലങ്ങളിൽ സംശയമൊന്നും വേണ്ട, കുരിശ് പ്രത്യക്ഷപ്പെട്ടേനെ. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. ആ ശബരിമല അയ്യപ്പൻ അതുകൊണ്ട് ആരുടെ പൊതുശത്രുവാണ്? സെമിറ്റിക് മതങ്ങളുടെ സാമ്പത്തിക ശേഷിയിൽ നമ്മുടെ 1000 ഇരട്ടി സാമ്പത്തിക ശേഷിയും സംഘടിത സ്വഭാവമുള്ള സെമിറ്റിക് മതങ്ങളുടെ ശത്രുവാണ് അയ്യപ്പൻ. അതുപോലെ തന്നെ നാസ്തിക മതങ്ങളുടെ കമ്മ്യൂണിസത്തിൻ്റെ ശത്രുവാണ് അയ്യപ്പൻ. കാരണം ഒരു ജനതയെ പ്രസംഗിക്കാതെ പ്രവർത്തിക്കാൻ പഠിപ്പിച്ച അപൂർവം ഗുരുക്കന്മാരിൽ ഒരാളാണ് അയ്യപ്പസ്വാമി. ഇനി അയ്യപ്പൻ ജനിച്ച കാലഘട്ടത്തെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് 1025 AD പറയും. ആകെ 25 വർഷമേ ജീവിച്ചുള്ളൂ എന്നും പറയപ്പെടുന്നു. ആ അയ്യപ്പൻ്റെ അങ്ങനെ നോക്കിയാൽ 2025 വരുമ്പോൾ ഒരു സഹസ്രാബ്ദ പൂർത്തിയാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. ശ്രീരാമചന്ദ്രസ്വാമി 100 കണക്കിന് വർഷം ഇവിടെ ബാലാലയത്തിൽ കഴിഞ്ഞു. നമ്മുടെ ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ശക്തികളിലൊന്ന് രാമനാമമാണ്. ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ നമ്മൾ എപ്രകാരമാണോ അയ്യപ്പൻ്റെ നാമം പറയുന്നത്, അതുപോലെ ഒരു പക്ഷേ അതിലധികം ആളുകൾ ജപിച്ചിരുന്ന ഒരു മന്ത്രമാണ് രാമനാമം. ആ ശ്രീരാമചന്ദ്രസ്വാമി പോലും ബാലാലയത്തിൽ പൊടിപിടിച്ച് കിടന്നു. കോൺഗ്രസ്സുകാർ കാലഘട്ടങ്ങളോളം ഭരിച്ച സമയത്ത് മുഴുവൻ. ഇപ്പോഴാണ് ധാർമ്മിക ബുദ്ധിയുള്ളവർ അധികാരത്തിൽ വന്നപ്പോൾ, അതാണ് വോട്ടിങ്ങിൻ്റെ ഫലം. ജനാധിപത്യത്തിൽ നമ്മുടെ ദേവതകളെ, നമ്മുടെ ഋഷിമാരെ, നമ്മുടെ മുനിമാരെ, നമ്മുടെ സന്യാസിമാരെ, ആചാര്യന്മാരെ എല്ലാം സംരക്ഷിക്കേണ്ടത് വോട്ടിങ്ങിലൂടെയാണ്. സംശയം വേണ്ട. സംഘടിത സ്വഭാവത്തോടുകൂടി വോട്ടിംഗ് ഇല്ലെങ്കിൽ ഈ രാമനാമം ജപിക്കാൻ പോലും പല്ല് പറിച്ചു കളയവർ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നമ്മുടെ 2018 വിധി വന്നതിന് ശേഷം കുറച്ച് അമ്മമാർ കൂടി നാമം ജപിക്കും. ഒരു അമ്മയുടെ കൈ പിടിച്ചൊരു ഉദ്യോഗസ്ഥൻ വലിച്ചിട്ട് ഇപ്പോഴാണോ നാമം ജപിക്കുക, എണീറ്റ് പോകുന്നതെന്ന് പറഞ്ഞു. ഇപ്പോഴാണോ നാമം ജപിക്കുന്നത്, എണീറ്റ് പോകുന്നു. എപ്പോൾ നാമം ജപിക്കണം അവൻ തീരുമാനിക്കണം അത്രേ. അങ്ങനെ നമ്മെ അടിമപ്പെടുത്തി ബൂട്ട്സിട്ട് ചവിട്ടി പല അയ്യപ്പന്മാരെയും തള്ളിയിട്ടിട്ടും കല്ലെറിഞ്ഞിട്ടും കൊന്നല്ലോ. നമുക്ക് കൊയിലാണ്ടി തന്നെ ഒരു ഗുരുസ്വാമി വണ്ടി പോയി ചാടി ആത്മഹത്യ ചെയ്തു. കാരണം ഇത് ഈ അധർമ്മം സഹിക്കാൻ വയ്യാഞ്ഞിട്ട്. ഇപ്പം ഞാനിതാ പറയുന്നത്, എന്നിട്ടും ഈ കലന്മാർ വീണ്ടും വീണ്ടും ഭരണത്തിൽ വരുന്നത് നമ്മളിൽ ആരൊക്കെയോ ഒറ്റുകാരുണ്ട്. സേവാ സമാജത്തിൽ വന്ന് മൃഷ്ടാന്നം കഴിക്കുകയും അപ്പുറത്തൊരു കിറ്റ് വാങ്ങിയിട്ട് അവിടെ വോട്ട് കുത്തുകയും ചെയ്യുന്നവരുണ്ട്. ഞാൻ തമാശയല്ല പറയുന്നത്, രാഷ്ട്രീയം തന്നെയാണ് പറയുന്നത്. ആത്മീയത നമ്മൾ കേട്ട് 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 കൂടുതൽ എലിയായിക്കൊണ്ടിരിക്കുകയാണ്, പൂച്ചയെ പേടി. അപ്പോൾ ആത്മീയത തന്നെയാണ് പറയുന്നത്. അതിലെ രാഷ്ട്രീയം എന്താണ്? ജനാധിപത്യത്തിൽ എൻ്റെ ധർമ്മത്തെ, എൻ്റെ ശ്രദ്ധാമൂർത്തികളെ, എൻ്റെ ആചാര്യന്മാരെ, എൻ്റെ ക്ഷേത്രങ്ങളെ എന്നിൽ നിന്ന് അന്യവൽക്കരിക്കുന്ന, അതിനെ തമസ്കരിക്കുന്ന, അല്ലെങ്കിൽ അവഗണിക്കുന്ന, അവഹേളിക്കുന്ന എല്ലാ ശക്തികൾക്കുമെതിരെ ഞാൻ ചൂണ്ടുവിരലിൻ്റെ ശക്തി. എന്താണത്? നമുക്കറിയാം, ഭദ്രകാളിയുടെ ധ്യാന ശ്ലോകത്തിൽ ഈ ദേവി മഹാത്മ്യത്തിലുണ്ട്. ഭദ്രകാളിയുടെ ശംഖ്, ചക്രം, ഗദ, വാള്, അമ്പ്, അസ്ത്രം, ഇതൊക്കെ പറയുന്ന ഇവിടെ ഒരു ആയുധം പറയുന്നത്, ഏറ്റവും വലിയ ആയുധം എന്താണെന്നറിയോ? തർജനി എന്നാണ്. ചൂണ്ടുവിരൽ ഭദ്രകാളിയുടെ ശക്തിയിൽ ഏറ്റവും. ദേവി ഇങ്ങനെ അസുരപ്പട ഇങ്ങനെ വരുമ്പോൾ ഒന്ന് ചൂണ്ടു അത്ര വരല്ല. അപ്പോൾ സ്തംഭിച്ച് നിൽക്കുന്ന ഈ മഹിഷനും ശുംഭനും നിശുംഭനും ഭണ്ഡാസുരനും എല്ലാവരും ദേവിയുടെ ചൂണ്ടുവിരലിൻ്റെ ആ ആജ്ഞയിൽ സ്തംഭിച്ച് നിൽക്കുമെന്നാണ്. എന്തുകൊണ്ട് ജനാധിപത്യ സമ്പ്രദായത്തിൽ നമുക്ക് നമ്മുടെ ചൂണ്ടുവിരലിൻ്റെ ശക്തി കൊണ്ട് ഈ ദുഷ്ടശക്തികളെ സ്തംഭിപ്പിച്ചുകൂടാ എന്ന് ചിന്തിക്കുന്നത്? കാരണം ഇടത് കൈകൊണ്ട് വോട്ട് ചെയ്യുമ്പോൾ വലത് കയ്യിൽ കിറ്റുണ്ടാവും, ഇടത് കൈകൊണ്ട് മഷി വരുമ്പോൾ വലത് കയ്യിൽ കിറ്റുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഇംഗ്ലീഷിൽ പറയും മെലങ്കളി എന്ന് പറയും.
അല്ലെങ്കിൽ ഡിലമ എന്ന് പറയും, ധർമ്മസങ്കടം. ഡിലമ എന്താണ്? കിറ്റിന് വോട്ട് ചെയ്യണോ ധർമ്മത്തിന് വോട്ട് ചെയ്യണോ? കിറ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇപ്പം അരി ചോറാക്കാം, കറി ഉണ്ടാക്കാം. ഈ ധർമ്മം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫലം എപ്പോൾ വരുന്ന ആർക്കും അറിയില്ല.